ഭാരതി, ഭാരതി വേണ്ട, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ചതിയനാ, ദുഷ്ടനാ, വഞ്ചകനാ. ഈ ഏറങ്ങാനും കൊണ്ട് ഞാൻ ചത്തുപോയാ നീ വിധവയായി പോവില്ലേ? ഇതിലും ഭേദം അതാ. എന്നെ ബോധം കെടുത്തിട്ടിട്ട് ആ വട്ട് രാജകുമാരിയുടെ കൂടെ ആട്ടവും പാട്ടും. എന്റെ കസ്തൂരി മാമ്പഴ പെണ്ണാണെന്നും പാടില്ലേ? നിർത്ത്. എടി, ഞാൻ ആ രാജകുമാരിയെ കെട്ടാനോ അന്തപുരത്തിൽ കയറി രാസലീല ആടാനൊന്നും പോകുന്നില്ല. രാജകുരു പറഞ്ഞ പോലെ സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല, എല്ലാം അഭിനയല്ലേ. എടി, ഞാൻ കനകനാ, നിന്റെ കനകേട്ടൻ. പണത്തിന് പൊന്നിനും ഒന്നും വേണ്ടിട്ടല്ല, വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു സഹായം. ഭാരതി, വർഷം 5 ആയില്ലേ നമ്മൾ ഒരു മനസ്സായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലോ. കഷ്ടം. നീ ആള് ചെറിയ പുള്ളിയൊന്നുമല്ലല്ലോ. ശരിക്കും എന്താ സംഭവിച്ചത്? രാജഗുരുവിനെ എങ്ങനെയാടാ കനകാംബര നീ കുപ്പിയിലിറക്കിയത്? എന്തോ എടാ കനകാംബരന്നോ? സംഗതി മാറി മോനെ. സൂര്യനാരായണ ഗാരു രാജകുമാരനോട് കൊട്ടാരത്തിലെ താഴേക്കടയിലുള്ള അന്തേവാസികൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാളോ ഒന്ന് വായിച്ച് പഠിക്കേ. ബുക്കിന്റെ പേര് രാജകുമാരനും ബാല്യക്കാരും. ആ സ്ഥലം വിട്ടോ ബാല്യക്കാരെ. നോം പട്ടമഹിഷിയുമായിട്ടൊന്ന് സല്ലപിക്കട്ടെ. കടന്നു പോകൂ. വേലി കിടന്ന പാമ്പിനെടുത്ത് എവിടെയോ വെച്ചതുപോലെ ആയല്ലോ വല്യേട്ടാ. నిన్ను రాజమండ్రి నుంచి తీసుకొచ్చుకున్నది ఇతన్ని నిజమైన రాజాని నీ చేత చెప్పించుకోవడానికి కాదు. നരസിംഹ, സത്യം എന്റെ മുമ്പിലുള്ളപ്പോ കള്ളം പറയാൻ പറ്റുമോ? കേരളക്കാർ കൊട്ടാരം തീരെഴുതിയെടുക്കാൻ അങ്ങ് കൂട്ടു നിൽക്കരുത്. കേരളക്കാരും ആന്ധ്രാക്കാരും എല്ലാം എനിക്കൊരുപോലെയാ. എല്ലാവരും മനുഷ്യരാ. സൂര്യനാരായണൻ ജീവിച്ചിരിപ്പില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇത്ര ഉറപ്പിച്ചു പറയാൻ നിനക്കങ്ങനെ കഴിയും? സത്യം പറ, 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിൽ എന്താ സംഭവിച്ചത്? സൂര്യനാരായണന്റെ അച്ഛൻ അവിടെ നരസിംഹ. പലരും പലതും മറന്നു കാണും, പക്ഷെ ഞാൻ മറക്കില്ല. ఏమండి బీపీ మాత్రం వేసుకోండి. ഇത് സൂര്യന്റെ 15ാം പിറന്നാളിന് സ്കെച്ച് ചെയ്തതാ. ഇത് 20, ഇത് 25. ഇതിപ്പോഴത്തെ ഒന്നും മുഴുവനാക്കിയിട്ടില്ല. ഇനിയാവോ ആളിങ്ങെത്തിയല്ലോ. അതെ, ഇനി ഇത് വരച്ചു തീർക്കാം. കുട്ടിക്കാലത്ത് കുമാരന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് വരച്ചതാ. ശരിക്കും അതുപോലെ ഒരു മാറ്റമില്ല. ഇതിന് ദൈവിക പുറത്തു എന്ന് പറയുന്നത്. അത് ഞാൻ രാജകുമാരിയുടെ മുമ്പിൽ വെച്ച് ഭ്രാന്ത് കാണിക്കുന്നു. സുന്ദരി, തനിക്ക് എന്ത് പറ്റി? എനിക്ക് സഹിച്ചില്ല. അതെന്താ? അല്ല, അത് കുമാരി നല്ല ചിത്രകാരിയാ. പക്ഷേ കുമാരന്റെ സൗന്ദര്യത്തിന്റെ ഒരു അംശം പോലും ഈ ചിത്രത്തിലില്ല. മതി ചിരിച്ചത്. ചിരിച്ചു ചാവാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? തക്ക സമയത്ത് നാവിലെ ഗുളികൻ അവതരിച്ച് നിന്നെ രക്ഷിച്ചതാ ഭാരതി. അല്ലെങ്കിൽ തോഴി ശശികലയുടെ തല മുണ്ടനം ചെയ്ത് 101 ചാട്ടവാറടി ഉറപ്പ്. അതാണ് കൊട്ടാര രീതി. ഒരു ചിത്രകാരി. അവളാരാ? രാജാ രവിവർമ്മയുടെ കൊച്ചുമോളോ? എന്റെ സകല കൺട്രോളും പോയി. ഇക്കണക്കിന് പോയ ശത്രുക്കളെ കൊല്ലും മുമ്പ് ഞാൻ തന്നെ തട്ടു അവളെ. അയ്യോ രാജാവേ, കാത്തുകൊല്ലണേ കനകാംബരൻ രാജാവേ. അമ്മേനെ ഞാൻ ഇവിടുത്തെ പാവം പ്രജയാണ്, കൈവിടരുതേ കനകാംബരൻ രാജാവേ. എന്തിനാണ് നിന്നെ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അമ്മച്ചിയാണ് ഗ്യാപ്പ് കളിച്ച് ഞാൻ ഒരു പരിവായി രാജാവളിയാ. എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കണം. മന്ത്രിയാ? നിന്നെ ബെസ്റ്റ്. നമ്മള് രണ്ടാളും ഒരേ ലെവലാ. തറ അളിയന് രാജാവാങ്കി എനിക്ക് മന്ത്രിയാവാം. ആരിവിടെ പുളപ്പന വെച്ച് 4 ആപ്പിൾ ജ്യൂസുകളും മറ്റും കൊണ്ടുവരൂ. ഇങ്ങനെയൊക്കെ ഉത്തരവിട്ടാ പോലെ. കൂടെ പറഞ്ഞാളെ അളിയന്റെ കൂടി പറഞ്ഞ എന്റെ പട്ടാഭിഷേകം നടത്തി തരീ. പട്ടാഭിഷേകമല്ല, നിന്റെ ശവടക്കം നടത്തി തരാം. മര്യാദക്ക് പോന്നോടാ. മന്ത്രിയാക്കാതെ ഈ കോവാലിനെ പറഞ്ഞു വിടാനാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ
അമ്മച്ചിയാണ് നിങ്ങളെ രായപ്പെട്ട ഞാൻ തെറിപ്പിക്കും കൊള്ളത് മുഴിക്കാൻ ഞാൻ ഇവിടെയൊക്കെ വിളിച്ചു കൂവും കേൾക്കണോ മിണ്ടരുത്. മന്ത്രിയോ തന്ത്രിയോ എന്ത് കുന്തം വേണമെങ്കിലായിക്കോ. പക്ഷെ ഒരു കാര്യം, നീ ആരാണെന്നോ ഞാൻ ആരാണെന്നോ ഭാരതി ആരാണെന്നോ ഇവിടെ ആരും അറിയരുത്. മനസ്സിലായോ? ഉത്തരവുകൾ പ്രഭോ. നിൽക്കവിടെ. എന്തര് ആക്രാന്തം കാട്ടരുത്. എന്തരനോട്? ആഹാരത്തിനോടും സ്ത്രീകളോടും. എത്ര ചീട് കാശായിട്ടാണ് ആളെയല്ലേ കാണുന്നത്? ശരി ശരി, അണ്ണ പോയിട്ടോ, കരയണ്ടാട്ടോ. തള്ളെ നല്ല നെരുപ്പ് കുഷിയായി. മന്ത്രിയായിട്ട് കൂടെ വരയ്ക്ക് ആരും ഇതുവരെ കിട്ടിയില്ലല്ലേ? ആരിവിടെ? എവിടെ ഒരു പയലികളെ കാണാനില്ല. രാജകുമാരിയുടെ ചേച്ചിയായിരിക്കും. കണ്ടിട്ടൊരു ബാച്ചിലർ ലുക്ക്. വളച്ചപ്പാതി രാജ്യം കിട്ടും. രാജ്യം കിട്ടിയ പിന്നെ ഞാൻ ആര്? രാജാവ്. ഹലോ, ഐ ആം മിനിസ്റ്റർ കോവാലേ. അപ്പ് ചീത്ത വിളിക്കണേ. പോണേച്ചേ, ആരെങ്കിലും കേട്ട എന്തൊരു വിചാരിക്കും? സമയം കളയാതെ രാജകുമാരിയുടെ പള്ളിക്കെട്ടിനുള്ള മുഹൂർത്തം കുറിക്കലായിരുന്നു. ഭവതിക്ക് നമ്മെ മനസ്സിലായില്ലേ? ഞാൻ കൊടുത്ത മന്ത്രി പൊങ്കവേ ഇന്ന് ചാർച്ചെടുത്തേ ഉള്ളു. നമുക്ക് ഭവതിയെ ரொம்ப പിടിച്ചിരിക്ക്. നമ്മളെ പള്ളിക്കെട്ട് കൈയോടെ നടത്തിക്കൂടെ? ഗാഡിത കൊടുക്ക. ഗാഡിത കൊടുക്ക. അതെന്തൊരു കുന്തരണ്ടം? കല്യാണം രാജമന്ത്രി വെച്ചായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നില്ല, ഇവിടെ വെച്ച്. ചെലക്കളി തോഴി, ഈ ഗാഡിത കൊടുക്കാന്ന് വെച്ചാൽ എന്തരെ ഇഷ്ടമാണെന്നാണ്? അല്ല, പിന്നെ നമസ്കാരം പറഞ്ഞതാ. അല്ല, അതായിരുന്നല്ലേ? ഞാൻ ഉരയിച്ചില്ല. ഗാഡിത കൊടുക്ക നമസ്കാരം. ഓ തല്ല, ഒരു തെലുങ്ക് പീസ് വരുന്നത്. ഗാഡിത കൊടുക്ക നമസ്കാരം പറയാം. ഏമണ്ടി ബാഗണ്ടാരാ? ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം നാക്കെടുത്ത തെറിയ പറയോളാ. തനിക്ക് ചെവി കേട്ടൂടെ? ഗാഡിത കൊടുക്ക.